ഹലോ നമുക്ക് ക്ലാസ് 3 ഇംഗ്ലീഷ് ഹാഫ് ഇയർലി എക്സാം സാമ്പിൾ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്താലോ? പെട്ടെന്ന് തന്നെ നോക്കാം. ഫസ്റ്റ് പോർഷൻസ് പാസേജ് ആണ്. മുമ്പെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ മേ ബി യുൽ ഗെറ്റ് എ സീൻ പാസേജ് ഓർ ദ പാസേജ് ഫ്രം യുവർ ടെക്സ്റ്റ് ബുക്ക്. ഇവിടെ നിങ്ങളുടെ ചാപ്റ്ററിൽ തന്നെ ഉള്ള ഒരു സീൻ പാസേജ് ആണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. It was a holiday. The local market was full of people. Toy shop opened at 9 a.m. There were many toys like wooden toys, soft toys, board games, bats and balls, many others. All the toys in the toy shop were waiting to see who would buy them. The children bought the toys. They left the shop cheerfully. അതിൻ്റെ ബേസ് ചെയ്തിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസേഴ്സ് ഈ ഒരു ചെറിയ പാരഗ്രാഫിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഓരോ ക്വസ്റ്റ്യനും വായിക്കുക, അതിൻ്റെ ആൻസർ എവിടെയാണ് വരുന്നതെന്ന് ചെക്ക് ചെയ്തിട്ട് എഴുതുക. ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും ലീവ് ചെയ്യാൻ പാടില്ല. എല്ലാം ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് നെയിം ദ ടോയ്സ് ഇൻ ദ ടോയ് ഷോപ്പ്. ഏതൊക്കെ തരം ടോയ്സ് ആണുള്ളത്? വുഡൻ ടോയ്സ്, soft toys, board games, bats and balls. Okay? And the second question is, who were waiting to see who would buy them? ആരാണ് അവരെ വാങ്ങുന്നതെന്ന് നോക്കി വെയിറ്റ് ചെയ്തിരുന്നത്? Yes, the toys in the toy shop were waiting to see who would buy them. All the toys in the toy shop were waiting to see who would buy them. കണ്ടോ, ഇവിടെ നിന്നാണ് അത് എടുത്തിരിക്കുന്നത്. Next question, at what time the toy shop opened? So it is clearly mentioned here, the toy shop opened at 9 a.m. The toy shop opened at 9 a.m. I am one word meaning from the passage. A lot of joy and happiness. ഈ ഒരു മീനിങ് വരുന്ന ഒരു വൺ വേർഡ് ഈ പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. cheerfully. They left the shop cheerfully. കണ്ടോ, a lot of joy and happiness, cheerfully. Encircle the word which does not describe toy in the passage. ഇതില് ഈ തന്നിരിക്കുന്ന വേർഡിൽ ടോയിനെ ഡിസ്ക്രൈബ് ചെയ്യാത്തൊരു വേർഡ്. ഫസ്റ്റ് സോഫ്റ്റ്, സോഫ്റ്റ് ടോയ്, അത് ടോയ്സിനെ ഡിസ്ക്രൈബ് ചെയ്യും അല്ലേ? ദെൻ വുഡൻ ടോയ്, അതും ടോയിനെ ഡിസ്ക്രൈബ് ചെയ്യും. ഷോപ്പ് ടോയ്, ഷോപ്പ് ടോയ് കറക്റ്റ് ആണോ? നോ. സോ ദാറ്റ് ഇസ് ദ വേർഡ് വിച്ച് ഡസ് നോട്ട് ഡിസ്ക്രൈബ് ടോയ് ഇൻ ദ പാസേജ്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആ പാസേജിന്റെ പോർഷന് ശേഷം നെക്സ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് വരിക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ആർ ദ ചിൽഡ്രൻ പ്ലേയിങ്? ഇത് ഏത് ചാപ്റ്റർ ആയിരുന്നു ഓർമ്മയുണ്ടോ? ഔട്ട് ഇൻ ദ ഗാർഡൻ അല്ലേ? എവിടെയായിരുന്നു കുട്ടികൾ കളിച്ചിരുന്നത്? The children are playing in the garden. Next question, how did Meena help the boy? Paper boards അല്ലേ? Meena helped the boy by folding paper and making paper boards. What lesson did the friends learn in the end? ഏതൊക്കെ ഫ്രണ്ട്സ് ആയിരുന്നു ഓർമ്മയുണ്ടോ? സർക്കിൾ, ട്രയാങ്കിൾ, റെക്ടാങ്കിൾ, സ്ക്വയർ അല്ലേ? The friends finally learned that they can create wonderful things if they work together, so they should not fight. The next question is, what toy did the little boy request his mother to buy him? The little boy requested his mother to buy him a Vande Bharat train toy. Yes. Next, grammar session. First question is, choose the correct word from the bracket. There is a bottle dash the table. ഇവിടെ ഒരു ചിത്രം കാണാൻ പറ്റുന്നില്ലേ? ഇത് എവിടെയാണുള്ളത്? ടേബിളിന്റെ മുകളിലാണ്. So there is a bottle on the table. Yes, on the table. അടുത്തത്, use a or an. എവിടെയാണ് യൂസ് ചെയ്യുക? കോൺസണൻസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സിന്റെ ഫ്രണ്ടിലാണ്. ആൻ വവൽസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡിന്റെ ഫ്രണ്ടിലാണ്. ഇവിടെ എന്താ ഉള്ളത്? ഐ സോ ഈഗിൾ. ഈഗിളിന്റെ ഫസ്റ്റ് ലെറ്റർ ഇ ആണ്. ഇ, എ ഇ ഐ ഒ യു വവലാണ്. സോ
An eagle. I saw an eagle yesterday. Write plural of the given word by adding s or es. Shop. ഒറ്റ ഷോപ്പേ ഉള്ളൂ. അത് കുറേ ഷോപ്പ് ആക്കി എങ്ങനെയാ? Write plural by adding s or es. Shops. Encircle the odd word. ഇവിടെ കുറേ വേർഡ്സ് തന്നിട്ടുണ്ട്. Just find out the odd word from this. Swing, slide, tree, throw. Tree. സ്വിങ്, സ്ലൈഡ്, ത്രോ ഒക്കെ ഒരു ആക്ടിവിറ്റി ആണ്. ട്രീ മാത്രം അതിന്റെ ഓഡ് വൺ ഔട്ട് ആണ്. ഇൻ ദ പിക്ചർ എ ബോയ് ഈസ് ഡാഷ് ആൻ ആപ്പിൾ. ബോയ് എന്താ ചെയ്യുന്നത്? ഈറ്റിംഗ്, കട്ടിംഗ്, ത്രോയിങ്, ലുക്കിംഗ്. ബോയുടെ കൈ ചെറുതായിട്ട് മുറിഞ്ഞെന്ന് തോന്നുന്നു. ബട്ട് ഹി ഈസ് കട്ടിംഗ് ദ ആപ്പിൾ. സോ ബോയ് ഈസ് കട്ടിംഗ്. സർക്കിൾ ദ അഡ്ജക്റ്റീവ്സ് ഇൻ ദീസ് സെന്റൻസസ്. താഴെ ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്. The little girl gives me flower every day. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബിംഗ് വേർഡ് അല്ലേ? ഇവിടെ എന്ത് ഡിസ്ക്രൈബിംഗ് വേർഡാ തന്നിരിക്കുന്നത്? ദ ലിറ്റിൽ ഗേൾ. ലിറ്റിൽ ഗേൾ, ചെറിയ കുട്ടി. അപ്പൊ ഗേളിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡാണ് ലിറ്റിൽ. ഗിവ്സ് മീ ഫ്ലവേഴ്സ് എവറി ഡേ. അതൊന്നും ഡിസ്ക്രൈബിംഗ് വേർഡ്സ് അല്ല. സോ adjective is little. Choose the correct word from the bracket to complete the sentence. Badal is studying. Badal is studying. ബാദലിന്റെ നെക്സ്റ്റ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രോനൗൺ കൊടുക്കണം അല്ലേ? ബാദലിന് പകരം he ആണോ she ആണോ കൊടുക്കുക? ബാദൽ is a boy, so you have to give he. Badal is studying. He has a test tomorrow. Choose the pair that doesn't go together. ഇവിടെ കുറച്ച് പെയർസ് ഓഫ് വേർഡ്സ് തന്നിട്ടുണ്ട്. അതിൽ മാച്ചിങ് അല്ലാത്തൊരു പെയറിനെയാണ് നമുക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ടത്. കപ്പ് ആൻഡ് സോസർ, അത് പേരാണ്. ഡോർസ് ആൻഡ് വിൻഡോസ് പേരാണ്. തിക്ക് ആൻഡ് തിൻ പേരാണ്. ഡേ ആൻഡ് ബാഗ്, ഡേയും ബാഗും തമ്മിൽ എന്ത് റിലേഷനാ? ഒരു റിലേഷനും ഇല്ല അല്ലേ? സോ ഡേ ആൻഡ് ബാഗ് ഡസ് നോട്ട് ഗോ ടുഗെദർ. Complete the sentence by adding ed to the word given in the bracket. The lion dash into the pond. ബ്രാക്കറ്റിൽ jump. ജമ്പിൽ ed ആഡ് ചെയ്തിട്ട് ഇവിടെ ഫില്ല് ചെയ്യണം. എങ്ങനെയാ? The lion jumped into the pond. Fill two same letters ee, oo, ff to complete the word. So you have to choose either ee, oo or ff from this bracket to complete this word given below. എന്താണ് അതിൽ നിന്ന് ചൂസ് ചെയ്യേണ്ടത്? BOOK, ബുക്ക് അല്ലേ? ഈസിയാണ്. Creative writing. Write 5 sentences on my favorite toy and also draw it. So you have to write 5 sentences about your favorite toy. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും ഫേവറേറ്റ് ടോയ്. So you have to write about that. 5 easy and simple sentences. My favorite toy is a teddy bear. It is very soft. My teddy bear's name is Maddie. I love to sleep with it at night. Maddie is brown in color. I take it with me wherever I go. ഇത് ഒരു ചെറിയ എക്സാമ്പിൾ മാത്രമാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ടോയിനെ പറ്റിയും നിങ്ങൾക്ക് ഇഷ്ടം പോലെ പറയാനുണ്ടാവും അല്ലേ? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ചിട്ട് കുറച്ച് സെന്റൻസസ് എഴുതുക. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു ഡ്രോ യുവർ ഫേവറേറ്റ് ടോയ് ഇൻ ദിസ് ബോക്സ് ഗിവൻ. ഇതാണ് എൻ്റെ ടെഡി ബിയർ. നിങ്ങളുടെ ഫേവറേറ്റ് ടോയിനെ ഇതേപോലെ വരയ്ക്കില്ലേ? ഫോം എനി 2 ന്യൂ വേർഡ്സ് ഫ്രം ദ ഗിവൺ വേർഡ്. ഇവിടെ തന്നിരിക്കുന്ന വേർഡ് ആണ് പ്ലേ ഗ്രൗണ്ട്. ഇതിൽ നിന്ന് ചെറിയ ചെറിയ 2 വേർഡ്സ് ഉണ്ടാക്കണം. എങ്ങനെ ഉണ്ടാക്കാം? പ്ലേ ആൻഡ് ഗ്രൗണ്ട്. പ്ലേ ഗ്രൗണ്ട്, പ്ലേ is one word and ground is another word. Encircle the correctly spelled word. So there are 3 words given here. You have to identify which is correctly spelled. Together, together, together. Yes, together. Complete the spelling. G-R-D-. So in the picture, what is given? It's a garden, right? So you have to complete the word by adding the missing letters. Garden, garden.
Write the rhyming word of kite. എന്താ കൈറ്റിന് rhyming words? There are a lot of words, right? So you can write your own word. We can see one example here. Kite, bite. Arrange the given word in the alphabetical order. Rectangle, square, triangle, circle. കുറേ വേർഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വേർഡ്സിൻ്റെ ഒക്കെ ഫസ്റ്റ് ലെറ്റേഴ്സ് നോക്കണം. ഫസ്റ്റ് ലെറ്ററിൻ്റെ ആൽഫബറ്റിക് ഓർഡറിലാണ് നമ്മൾ ഈ വേർഡിനെ മാറ്റി എഴുതുക. അതായത് ഇവിടെ RSTC. ഇതിൽ ഏത് ലെറ്ററാ ഫസ്റ്റ് വരുന്നത്? ABCD ഓർഡറിൽ എഴുതുന്ന സമയത്ത് C അല്ലേ? അപ്പോൾ സർക്കിൾ ആണ് ഫസ്റ്റ് വേർഡ്. ദെൻ ആഫ്റ്റർ C RST. R ആണ് ഫസ്റ്റ് വരിക, പിന്നെ S വരും, പിന്നെ T വരും അല്ലേ? സോ യു ക്യാൻ റൈറ്റ് ദിസ് ആസ് circle, rectangle, square and triangle. See, CRST. Vocabulary. What does reread means? Reread. Re എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം അത് റിപ്പീറ്റ് ആണ് അല്ലേ? Reread എന്ന് പറഞ്ഞാലോ ഒന്നുകൂടി വായിക്കാം. So read before. No. Read again. Yes. Read wrong. No. Read. Not read. No. So answer is read again. Fill in the blanks. The girl dashed the ball. Girl threw the ball. The children are dash and solving their maths problem. They are talking and solving, discussing and solving, shouting and solving. Which is correct? Yes. The children are discussing and solving their maths problem. Choose most suitable meaning of the word highly pleasant to the taste. Highly pleasant to the taste ന് ഈക്വൽ ആയിട്ടുള്ള മീനിങ് ഈ തന്നിരിക്കുന്നതിൽ ഉണ്ടോ നോക്കണം. Delicious, beautiful, dirty, dull. Of course, delicious, right? Fill in the blanks with the opposite of the underlined word given in the sentence. The tea is hot. Hot. അതിന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് ഈ ഒരു ബ്ലാങ്കിൽ കൊടുക്കേണ്ടത്. The tea is hot but the water is cold. Handwriting. Write the given paragraph neatly and with proper spacing. ഇവിടുത്തെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അത് അതേപോലെ തന്നിരിക്കുന്ന സ്ഥലത്ത് ഫിൽ ചെയ്താൽ മതി. നല്ല നീറ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ മാർക്കും കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ പേപ്പർ. കണ്ടിട്ട് തന്നെ നല്ല ഈസിയാണ്. അപ്പോൾ നിങ്ങളുടെ ചാപ്റ്റേഴ്സിൽ തന്നിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒരു പ്രാവശ്യം പഠിക്കുക. പിന്നെ നോട്ട്സിൽ എഴുതി തന്നിരിക്കുന്ന ഓപ്പോസിറ്റ്സും മീനിങ്സും വേർഡ്സിന്റെ സ്പെല്ലിങ്സും ഒക്കെ നന്നായിട്ട് തറവായിട്ട് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. സീ യു സൂൺ. ബൈ.